സോ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ ക്യാനലിൽ തോണ്ടിയവരെ നമ്മൾ കയറി ഒന്നും മാന്തിയിട്ടുണ്ടായിരുന്നു. മാന്തി നേരെ കയറി കുഴിച്ച് മൂടിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സീസർ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു വീഡിയോ അല്ല ഒരു ഫോട്ടോഗ്രാഫി എടുക്കാനുള്ള, അതായത് കുറച്ച് എവിഡൻസ് കാര്യങ്ങൾ നമുക്ക് വേണം. അതായത് നമ്മൾ ഈ ചീറ്റർമാർ, ഈ പറഞ്ഞ റൈഡറും ടീംസാണ് നമുക്ക് ജസ്റ്റ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ എവിഡൻസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിനായിട്ട് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും സീസറിൻ്റെ അടുത്തേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ സീസറിൻ്റെ അടുത്തേക്ക് പോകുന്നൊരു മെഷീനാണ് ഇപ്പോൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മെഷീൻ എന്ന് പറയുമ്പോൾ കുറച്ച് അധികം ലോങ് ആണ്. കാരണം അത്യാവശ്യം നമുക്ക് റൈഡ് ചെയ്യാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫോറസ്റ്റ് ഏരിയ ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ രണ്ടാമത്തെ സിറ്റി എന്ന് പറയുന്നത്, സിറ്റി അല്ല വില്ലേജ്. അപ്പോൾ അവിടേക്ക് നമ്മൾ ഈ ഏതെങ്കിലും ഒരു റാൻഡം കാറായിട്ട് നമുക്ക് സീസറിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ മടുത്തിരിക്കണം, അല്ലെങ്കിൽ മടുത്ത് കാർ ഓടിക്കണം. സ്പെഷ്യൽ എനിക്കറിയാം, എനിക്കൊക്കെ ഈ പറയുന്ന മെഷീൻ കളിക്കുന്ന ടൈമിൽ നമുക്കതൊരു മടുപ്പ് തന്നെയാണ്, ഈ ലോങ് റൈഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ നൈസായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിവേ, അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം കട്ടിങ് നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സീസർ ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാർ. അപ്പോൾ നമുക്ക് നേരെ സീസറിൻ്റെ കാറ് റൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് നമുക്ക് ആ ഒരു എവിഡൻസ്, അതായത് ആരൊക്കെയാണ് നമ്മളെ അന്ന് പണി തന്ന ടീംസ്, അവരുടെ ഗൂഢാലോചന കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്ത് നമുക്കത് എവിഡൻസായി വെക്കേണ്ടതുണ്ട്. അപ്പോൾ വുസിമു നമുക്ക് അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വുസിമു അറിയാലോ ആരാന്ന്. നമ്മളന്ന് സീസർ പറഞ്ഞിട്ട് റൈഡ് ചെയ്തപ്പോൾ നമുക്ക് പാരിതോഷികം കാര്യങ്ങളും റിവാർഡും കാര്യങ്ങളും തന്ന് നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ തന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് ആ ഒരു അന്ധനായ ബ്ലൈൻഡായ ആളാണ് വുസിമു എന്ന് പറഞ്ഞത്. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട്, നീ വായോ, നമുക്ക് അതിനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പരിപാടിയാണ്. അതിന് വേണ്ടി കുറച്ച് ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാം. ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന വില്ലേജിൽ തന്നെ ഒരു സ്ഥലത്താണ് അവർ കൂടിക്കാഴ്ച നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിൽ നമ്മൾ റൂഫിൽ കയറിയിട്ട് നമ്മുടെ കയ്യിലുള്ള ക്യാമറ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോഗ്രാഫി എടുക്കണം. അതായത് ആ ഒരു എവിഡൻസ് നമ്മൾ ക്യാപ്ചർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സർക്കിളിൽ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ട് വേണം നമുക്കത് ആ ഒരു എവിഡൻസ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെയാണ് അവർ പാർക്ക് ചെയ്യാൻ പോകുക. ഇതേ നമ്മുടെ റൈഡർ തേണ്ടിയുടെ വണ്ടി അറിയാലോ, നമുക്ക് ഒരുപാട് ഓടിച്ചിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ റൈഡറാണ് ഒരാൾ. അവൻ്റെ ഫോട്ടോ നമ്മൾ എന്തായാലും എടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ആരാമത്തെ ഇതേതാ ചെങ്ങായി? 10 പെന്നി ആണോ? അല്ലല്ല, ഓഫ് യൂണിഫോം ആണ്. ഇപ്പോൾ 10 പെന്നി അല്ല എന്ന് വിചാരിക്കാം. ഇവനല്ല, എനിക്കറിയില്ല ആരാന്ന് ആളെന്നറിയില്ല. ഇനി 2 പേര് ഇതായിട്ട് റിമൈനിങ് ആയിട്ട്. അതാരാണെന്ന് നമുക്ക് എന്തായാലും നോക്കണം. ഇതാരാ അതും അറിയില്ല. ഇയാളെനിക്കറിയാം, കാരണം മുന്നേ നമ്മൾ കളിച്ചതിൽ ഈ ചെങ്ങായിനെ എനിക്കറിയാം. ഓക്കെ, ഇയാളെനിക്കറിയാം. കാരണം ഇയാൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് പണി ഉണ്ട്. കാരണം ഇയാളൊരു പിമ്പാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇയാൾക്ക് വേണ്ടി കുറേ ഇല്ലീഗലായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. അതിനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ വഴിയെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരുടെ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു പണിയുണ്ട്, ഒരു ചിമ്മിട്ടം പണി. നമുക്ക് നമ്മളെ പറ്റിച്ചവരെ നമുക്കിട്ട് വെച്ചവർക്കും നമ്മളെ ബാക്കിൽ നിന്ന് കുത്തിയവർക്കൊക്കെ നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.